പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ സത്യേക ദൈവത്തിൻ്റെ തിരുനാമത്തിൽ തനിക്ക് സ്തുതി. നമ്മുടെ മേൽ തൻ്റെ കരുണയും മനോഗുണവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. കർത്താവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, വിശുദ്ധ കുർബാന ക്ലാസ്സിൻ്റെ 9ാമത്തെ എപ്പിസോഡിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ചിന്തിച്ചത് കർത്തൃപ്രാർത്ഥനയും രഹസ്യങ്ങളുടെ ആഘോഷവുമാണ്. രഹസ്യങ്ങളുടെ ആഘോഷം കഴിഞ്ഞാൽ ഉടനെ പുരോഹിതൻ ദർഗായിൽ നിന്ന് താഴെ ഇറങ്ങി കുക്കുലിയോൻ ഗീതങ്ങൾ ആരംഭിക്കുന്നു. കുക്കുലിയോനുകൾ പ്രധാനമായും 4 എണ്ണമാണുള്ളത്. കുക്കുലിയോൻ എന്ന പദത്തിൻ്റെ അർത്ഥം ആവർത്തിച്ചുള്ള പാട്ട് എന്നാണ്. എന്നാൽ ഇതിനെ ധൂപപ്രാർത്ഥന എന്ന് പറയുന്നതാണ് കൂടുതൽ ശരിയായിട്ടുള്ളത്. ധൂപമർപ്പിച്ചുകൊണ്ട് 4 കൂട്ടം ആത്മാക്കളെ വിശുദ്ധ ബലിപീഠത്തിൽ ആഘോഷിക്കുന്ന ഒരു ശുശ്രൂഷയാണ് കുക്കുലിയോൻ ഗീതങ്ങൾ. പ്രധാനമായി 4 കുക്കുലിയോനുകളാണുള്ളതെന്ന് നമുക്കറിയാം. ഒന്നാമത്തേത് പരിശുദ്ധ കന്യകാമറിയം അമ്മയുടെ പുകഴ്ചയ്ക്ക് വേണ്ടിയുള്ളതാണ്. രണ്ടാമത്തേത് പരിശുദ്ധന്മാരുടെ നാമത്തിലുള്ളതാണ്. മൂന്നാമത്തേത് വാങ്ങിപ്പോയ പുരോഹിതന്മാരുടേതാണ്. നാലാമത്തേത് വാങ്ങിപ്പോയ വിശ്വാസികളുടേതാണ്. വിശുദ്ധ കുർബാനയുടെ തുയോബോയിൽ അല്ലെങ്കിൽ ഒരുക്ക ശുശ്രൂഷയിൽ പുരോഹിതൻ ഈ 4 കൂട്ടം ആത്മാക്കളെ സ്മരിക്കുന്നുണ്ട്. അതിനെ വിശുദ്ധ കുർബാന ബലിപീഠത്തിൽ എഴുന്നള്ളിച്ച് വെച്ചതിന് ശേഷം വീണ്ടും ആ ആത്മാക്കളുടെ പുകഴ്ചയ്ക്കായിട്ട് ഗീതങ്ങൾ ആലപിച്ചുകൊണ്ട് മാധ്യസ്ഥം ചോദിക്കുന്നതാണ് ഈ പ്രാർത്ഥനകൾ. ഇവിടെ നമ്മൾ കാണുന്നുണ്ട് ഒരു കുക്കുലിയോനിൽ പ്രധാനമായിട്ടും ഒരു സുറിയാനി പാരമ്പര്യത്തിലുള്ള പ്രാർത്ഥനയുടെ എല്ലാ ചേരുവകളും ഇതിലുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഒരു പ്രാരംഭ പ്രാർത്ഥനയുണ്ട്, അതിനുശേഷം യഗ്ബോ ഉണ്ട്, പിന്നീട് കോലോയുണ്ട്, അതിനുശേഷം ബോവുസോ അഥവാ അപേക്ഷയോടുകൂടിയാണ് ഒരു കുക്കുലിയോൻ അവസാനിക്കുന്നത്. വിശ്വാസികൾക്കും അതുപോലെ പുരോഹിതന്മാർക്കും ഏറ്റവും പ്രിയപ്പെട്ട ഒരു പ്രാർത്ഥനയാണ് ഇതെന്ന് പറയാം. പരിശുദ്ധ കന്യകാമറിയമ്മയുടെ പുകഴ്ചയ്ക്ക് വേണ്ടിയുള്ള ആ കുക്കുലിയോൻ്റെ ആദ്യത്തെ സ്റ്റാൻസ അത് ഒരു സങ്കീർത്തന ഭാഗമാണ്. സങ്കീർത്തനം 45 സങ്കീർത്തനത്തിൻ്റെ 9 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ മാതാവിൻ്റെ സ്വർഗത്തിലെ അവസ്ഥയെ വിവരിക്കുന്ന മനോഹരമായ ആ ഗീതമാണ് ആലപിക്കുന്നത്. രണ്ടാമത്തെ കുക്കുലിയോനാകുന്ന പരിശുദ്ധന്മാരുടെ കുക്കുലിയോൻ അത് 92 സങ്കീർത്തനം 12 മുതൽ 14 വരെയുള്ള വാക്യങ്ങളെ അടിസ്ഥാനമാക്കിയാണ്. അതുപോലെ മൂന്നാമത്തെ കുക്കുലിയോൻ പുരോഹിതന്മാരുടേത് 132 സങ്കീർത്തനം 9 മുതൽ 12 വരെയുള്ള വാക്യങ്ങളെ അടിസ്ഥാനമാക്കിയാണ്. നാലാമത്തെ കുക്കുലിയോൻ 103 സങ്കീർത്തനത്തിൻ്റെ 13 മുതൽ 15 വരെയുള്ള വാക്യങ്ങളെയും അടിസ്ഥാനമാക്കിയാണ്. അങ്ങനെ ആദ്യത്തെ ഒരു സ്റ്റാൻസ ഒരു സങ്കീർത്തനമാണ് നമ്മൾ കാണുന്നുണ്ട്. പിന്നീട് യഗ്ബോയും കോലോയും ബോവുസോയോടും കൂടിയാണ് ആ കുക്കുലിയോനുകൾ പൂർത്തിയാകുന്നത്. ഈ കുക്കുലിയോൻ പ്രാർത്ഥനകളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ബലിപീഠത്തിൽ വിശുദ്ധ രഹസ്യങ്ങളെ എഴുന്നള്ളിച്ച് വെച്ചതിന് ശേഷം ഈ ആത്മാക്കളെ സ്മരിക്കുന്ന ഒരു ശുശ്രൂഷയായതുകൊണ്ട് തീർച്ചയായിട്ടും അവരുടെ സാന്നിധ്യം വിശുദ്ധ കുർബാനയിൽ അനുഭവിക്കാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. വീണ്ടും പരിശുദ്ധ കന്യകാമറിയം അമ്മയുടെ കുക്കുലിയോൻ ചൊല്ലിയതിന് ശേഷം അന്നത്തെ പ്രത്യേക ശുശ്രൂഷകളുണ്ടെങ്കിൽ, ഉദാഹരണത്തിന് ധനഹ, പെന്തക്കോസ്തി തുടങ്ങിയ ശുശ്രൂഷകളുണ്ടെങ്കിൽ അത് നിർവഹിക്കുന്ന ഒരു പതിവുണ്ട്. അതുപോലെ മാതാവിനോടുള്ള ഒരു പ്രത്യേക മധ്യസ്ഥ പ്രാർത്ഥന ആ സമയത്ത് ചൊല്ലുന്ന ഒരു പതിവുമുണ്ട്. തീർച്ചയായിട്ടും വിശുദ്ധ കുർബാന ബലിപീഠത്തിൽ എഴുന്നള്ളിച്ച് വെച്ചതിന് ശേഷമുള്ള ആരാധനകളും പ്രാർത്ഥനകളും അത് വിശ്വാസ സമൂഹത്തിന് ഏറ്റവും വിശേഷതയുള്ളതായിട്ടാണ് അനുഭവപ്പെടുക. അതുകൊണ്ട് മധ്യസ്ഥ പ്രാർത്ഥനകൾ, പ്രത്യേക ശുശ്രൂഷകൾ ഇതെല്ലാം ഈ 1ാമത്തെ കുക്കുലിയോനാകുന്ന പരിശുദ്ധ അമ്മയുടെ കുക്കുലിയോൻ ചൊല്ലിയതിന് ശേഷം നടത്തുന്ന ഒരു വിശേഷമായ പതിവ് നമ്മുടെ സഭയിലുണ്ട്. അത് പരക്കെ അംഗീകരിക്കപ്പെട്ടിട്ടുള്ളതും എല്ലാവരും അത് താല്പര്യപൂർവ്വം ആസ്വദിക്കുന്നതുമാണ്. അങ്ങനെ ഈ 4 കുക്കുലിയോനുകൾ ചൊല്ലി തീരുന്നതോടുകൂടി പുരോഹിതൻ അതിൻ്റെ ഏറ്റവും അവസാന ഭാഗത്ത് പുരോഹിതൻ വീണ്ടും പടിഞ്ഞാറോട്ട് തിരിഞ്ഞു വന്ന് ശുഭക്കോനോ ചോദിക്കുകയും തിരിച്ച് ബലിപീഠത്തിൽ ചെന്ന് ദർഗായിൽ മുട്ടുകുത്തി ഒരു പ്രാർത്ഥന ചൊല്ലുന്നുണ്ട്. ആ പ്രാർത്ഥനയ്ക്ക് ശേഷം എഴുന്നേറ്റ് വിശുദ്ധ കുർബാന അനുഭവിക്കുന്നു. അങ്ങനെ വിശുദ്ധ കുർബാന അനുഭവിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ പുരോഹിതൻ ദർഗായിലേക്ക് ചൊല്ലുന്ന സമയത്ത് തന്നെ മറയിട്ടതിന് ശേഷമാണ് പുരോഹിതൻ വിശുദ്ധ കുർബാന അനുഭവിക്കുന്നത്. ആ സമയത്ത് മദ്ബഹായിലുള്ള മറ്റുള്ളവർക്ക് കൂടി കുർബാന കൊടുക്കുന്നു. ആ സമയത്ത് തന്നെ വിശ്വാസ സമൂഹത്തിനും കുർബാന കൊടുക്കുന്ന ഒരു പതിവ് മുമ്പുണ്ടായിരുന്നു. എന്നാൽ അത് പിന്നീട് ഇപ്പോൾ വിശുദ്ധ കുർബാന കഴിഞ്ഞതിന് ശേഷമാണ് വിശ്വാസ സമൂഹത്തിന് വിശുദ്ധ കുർബാന അനുഭവിക്കാനായിട്ട് അവസരമൊരുക്കുന്നത്. അങ്ങനെ വിശുദ്ധ കുർബാന അനുഭവം കഴിഞ്ഞാൽ ഉടനെ വീണ്ടും തിരശ്ശീല നീക്കുകയും വിശുദ്ധ രഹസ്യങ്ങളെ പടിഞ്ഞാറോട്ട് എഴുന്നള്ളിച്ചു കൊണ്ടുവരികയും ചെയ്യുന്നു. ആ ശുശ്രൂഷ, വിശുദ്ധ രഹസ്യങ്ങളെ പടിഞ്ഞാറോട്ട് എഴുന്നള്ളിച്ചു കൊണ്ടുവരുന്ന ശുശ്രൂഷ നമുക്കൊന്ന് കേട്ടു നോക്കാം. ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി വന്നവരും ഞങ്ങളുടെ പുനരുദ്ധാരത്തിനും
ഞങ്ങളുടെ വർഗത്തിന് നിത്യമായ പുതുക്കത്തിനും വേണ്ടി വരുവാനിരിക്കുന്നവരുമായ ദൈവപുത്ര, പാപപരിഹാരം നൽകുന്നതിന്റെ ബലിപീഠത്തിൽ നിന്ന് നിന്റെ ദാസിദാസർക്കായി പാപപരിഹാരം ഇറങ്ങി വരുമാറാകണമേ. കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും തിരുമുമ്പാകെയുള്ള മുഖപ്രസന്നതയ്ക്കും വേണ്ടി വിലയേറിയ തിരുശരീ രക്തങ്ങൾ അനുഭവിക്കുന്ന നിന്റെ ദാസിദാസരുടെ സംഘത്തെ അദൃശ്യമായ നിന്റെ വലത്തുകരം നീട്ടി വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകണമേ. പിതാവുമായ യേശുവിശിവയാകുന്ന ദൈവത്തിന്റെ കരുണ ഈ വിശുദ്ധതകൾ വഹിച്ചിരിക്കുന്നവരുടെ മേലും ഇത് അനുഭവിക്കുന്നവരുടെ മേലും ഇത് നൽകുന്നവരുടെ മേലും പരിശ്രമിച്ചതിൽ സംബന്ധിച്ചിട്ടുള്ളവരും സംബന്ധിക്കുന്നവരുമായ എല്ലാവരുടെ മേലും ഉണ്ടായിരിക്കട്ടെ. ദൈവത്തിന്റെ കരുണ നമ്മുടെ മേലും അവരുടെ മേലും രണ്ട് ലോകങ്ങളിലും എന്നും എന്നാളും ഉണ്ടായിരിക്കുമാറാകട്ടെ. കൃപ ചെയ്യണമലിവാ, കൃപ ചെയ്യണമുത്തരമരുളി, കൃപ ചെയ്യണമേ നിനക്ക് സ്തുതി, കൃപ ഞങ്ങളിലുണ്ടാകട്ടെ. നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹ, ഞങ്ങൾ ഭക്ഷിച്ചതായ നിന്റെ തിരുശരീരവും ഞങ്ങൾ പാനം ചെയ്ത പാപപരിഹാരപ്രദമായ തിരുരക്തവും ഞങ്ങൾക്ക് ശിക്ഷയ്ക്കും പ്രതികാരത്തിനും കാരണമായി തീരരുത്. എന്നാലോ ഞങ്ങളെല്ലാവരുടെയും ജീവനും രക്ഷയ്ക്കുമായി ഭവിക്കണമേ. ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ. നമിക്കും നിന്നെ എല്ലാവരും സ്തുതിപാടും. വിശുദ്ധ രഹസ്യങ്ങളെ പടിഞ്ഞാറോട്ട് എഴുന്നള്ളിച്ചു കൊണ്ടുവരുമ്പോൾ പ്രധാനമായിട്ടും 4 പ്രാർത്ഥനകളാണ് പുരോഹിതൻ ചൊല്ലുന്നത്. കിഴക്കൂട്ട് തന്നെ തിരിഞ്ഞു നിന്നുകൊണ്ടാണ് പ്രധാനമായും ആദ്യത്തെ പ്രാർത്ഥന ചൊല്ലുന്നത്. വിശ്വാസ സമൂഹത്തിൻ്റെ മേൽ പരിശുദ്ധ ബലിപീഠത്തിൽ നിന്ന് പാപപരിഹാരം ഇറങ്ങി വരണമേ എന്ന് പുരോഹിതൻ പ്രാർത്ഥിക്കുന്ന ഒന്നാണ് ആ ഒന്നാമത്തെ പ്രാർത്ഥന എന്ന് പറയുന്നത്. രണ്ടാമത്തെ പ്രാർത്ഥന ഇതാ വിശുദ്ധ രഹസ്യങ്ങളെ കൊണ്ട് വിശ്വാസികളെ ആശീർവദിച്ചുകൊണ്ട് അല്ലെങ്കിൽ വാഴ്ത്തിക്കൊണ്ട് ഒരു പ്രാർത്ഥന ചൊല്ലുകയാണ്. ദൈവമായ കർത്താവിൻ്റെ കൃപ, അതിൻ്റെ അനുഗ്രഹം, കൃപയും കരുണയുമെല്ലാം വിശ്വാസമൂഹത്തിന് വിശുദ്ധ രഹസ്യങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ വാഴ്ത്തി നേരുന്ന ഒരു പ്രാർത്ഥനയാണ്. മൂന്നാമത്തെ പ്രാർത്ഥന കർത്താവും വലിയവൻ നമ്മുടെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ കരുണ ഈ വിശുദ്ധതകൾ വഹിച്ചിരിക്കുന്നവരുടെ മേലും അതുപോലെ ഇതിൽ പങ്കെടുക്കുന്നവരും പരിശ്രമിച്ചതിൽ സംബന്ധിക്കുന്നവരും സംബന്ധിപ്പാനിരിക്കുന്നവരുമായ എല്ലാവരുടെയും മേൽ ഉണ്ടാകണമേ എന്നാണ് പുരോഹിതൻ പ്രാർത്ഥിക്കുക. നാലാമത്തെ പ്രാർത്ഥന എന്ന് പറയുന്നത് ഈ വിശുദ്ധ രഹസ്യങ്ങൾ അനുഭവിക്കുന്നത് മൂലം അത് ശിക്ഷയ്ക്കും പ്രതികാരത്തിനും കാരണമായി തീരരുത് എന്ന് പുരോഹിതൻ പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ ആ പ്രാർത്ഥനയോടുകൂടി 4 പ്രാർത്ഥനകൾ ഈ വിശുദ്ധ രഹസ്യങ്ങളെ പടിഞ്ഞാറോട്ട് എഴുന്നള്ളിച്ചു കൊണ്ടുവരുമ്പോൾ പുരോഹിതൻ ചൊല്ലുന്നതായിട്ട് നമ്മൾ കാണുകയുണ്ടായി. തീർച്ചയായിട്ടും വിശുദ്ധ കുർബാനയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമായിട്ടാണ് ഇത് നമ്മൾ കാണുന്നത്. ഈ സമയം ആഘോഷ സമ്മിലിതമായിട്ടാണ് വിശുദ്ധ കുർബാന പടിഞ്ഞാറോട്ട് എഴുന്നള്ളിച്ചു കൊണ്ടുവരുന്നത്. അതിനു മുമ്പ് പുരോഹിതൻ പടിഞ്ഞാറോട്ട് തിരിഞ്ഞു വന്ന മറ്റൊരു സന്ദർഭമാണ് വിശുദ്ധ ഏവെങ്കുലിയൻ വായനയ്ക്ക് വേണ്ടി പുരോഹിതൻ പടിഞ്ഞാറോട്ട് തിരിഞ്ഞു വന്നത്. അതിനുശേഷം ഇതാ അന്നാഫോറയുടെ അവസാനത്തിന് ശേഷം വിശുദ്ധ രഹസ്യങ്ങളെ പടിഞ്ഞാറോട്ട് എഴുന്നള്ളിച്ചു കൊണ്ടുവരുന്ന ശുശ്രൂഷയാണ് നമ്മൾ കാണുന്നത്. ഈ സമയത്ത് ഈ പടിഞ്ഞാറോട്ട് എഴുന്നള്ളിച്ച് കൊണ്ടുവരുമ്പോൾ പെട്ടെന്ന് മറ നീക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ വിശുദ്ധ കുർബാന അനുഭവിച്ച് പുരോഹിതൻ വിശുദ്ധ കുർബാന അനുഭവിച്ച് കഴിയുമ്പോൾ പെട്ടെന്ന് മറ നീക്കുകയും ഈ പ്രാർത്ഥനകൾ ആരംഭിക്കുകയും ചെയ്യും. അപ്പോൾ കർത്താവ് മിന്നൽ പോലെ കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട് വരും എന്നതിൻ്റെ ഒരു സൂചനയായിട്ടാണ് പെട്ടെന്ന് മറ വലിക്കുന്നത്. അതുപോലെ ആ സമയത്ത് പള്ളിമണികൾ മുഴക്കുന്നുണ്ട്. അപ്പോൾ ഇതാ കർത്താവ് രണ്ടാമത് വരുമ്പോൾ കാഹളധ്വനി ഉയരും എന്ന് വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അങ്ങനെ ആ ദൂതന്മാരുടെ കാഹളധ്വനിയാണ് ആ മണി സൂചിപ്പിക്കുന്നത്. വീണ്ടും നമ്മൾ കാണുന്നുണ്ട് മർവഹസ ഉപയോഗിച്ച് അതിൻ്റെ കിലുക്കം നമ്മൾ കേൾക്കുന്നുണ്ട്. അത് സെറാഫുകൾ ചിറകടിച്ച് പറക്കുന്നതിൻ്റെ ഒരു സൂചനയായിട്ടാണ്. അതുപോലെ മെഴുകുതിരികൾ കത്തിച്ച് പിടിച്ചുകൊണ്ടാണ് മദ്ബഹായിൽ ശുശ്രൂഷക്കാരും മറ്റു വൈദികരുണ്ടെങ്കിൽ അവരെല്ലാം നിൽക്കുന്നത്. അത് മാലാഖമാരുടെയും വിശുദ്ധന്മാരുടെയും നിരയെയാണ് സൂചിപ്പിക്കുക.
വീണ്ടും നമ്മൾ കാണുന്നുണ്ട് ആ സമയത്ത് ധൂപാർപ്പണം നടത്തുന്നുണ്ട്. അപ്പോൾ മരിച്ചുപോയവരും ജീവനോടിരിക്കുന്നവരും ഒരുമിച്ച് ചേരുന്നതിൻ്റെ ഒരു സൂചനയായിട്ടാണ് നമ്മളത് കാണുന്നത്. അങ്ങനെ ആഘോഷമായി വിശുദ്ധ കുർബാന പടിഞ്ഞാറോട്ട് എഴുന്നേൽച്ചു വിടുകയും 4 പ്രാർത്ഥനകൾ ചൊല്ലുകയും ചെയ്യുന്നു. അതിനുശേഷം മദ്ബഹായിലേക്ക്, ദർഗായിലേക്ക് അല്ലെങ്കിൽ ത്രോണോസിലേക്ക് പുരോഹിതൻ മടങ്ങിപ്പോവുകയും ചെയ്യുന്നു. പ്രിയമുള്ളവരെ, ഇവിടെ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ചിന്തിച്ചതാണ് 4 ഗീതങ്ങളും 4 പ്രാർത്ഥനകളും. ആ 4 ഗീതങ്ങളും ഉദ്ദേശിച്ചത് 4 കുക്കിലിയോനുകളാണ്. അതുപോലെ 4 പ്രാർത്ഥനകൾ പടിഞ്ഞാറോട്ട് എഴുന്നള്ളിച്ചു കൊണ്ടുവരുമ്പോഴുള്ള ആ 4 പ്രാർത്ഥനകളാണ്. പ്രിയമുള്ള 2 ശുശ്രൂഷകൾ നമുക്ക് കാണാൻ കഴിയും. സ്വർഗവാസികളും ഭൂവാസികളും ഒരുമിച്ച് ചേർന്ന് ആരാധനയിൽ പങ്കെടുക്കുന്നതിൻ്റെ ഒരു രഹസ്യാത്മകമായ ഒരു ഭാഗമാണ് വിശുദ്ധ കുർബാനയിലൂടെ നമ്മൾ കാണുന്നത്. കുക്കിലിയോനുകളുടെ സമയത്ത് 4 കൂട്ടം ആത്മാക്കളുടെ സാന്നിധ്യമാണ് നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നത്. പരിശുദ്ധ കന്യകമറിയമ്മയുടെയും വിശുദ്ധന്മാരുടെയും അതുപോലെ വാങ്ങിപ്പോയ പുരോഹിതന്മാരുടെയും വാങ്ങിപ്പോയ വിശ്വാസ സമൂഹത്തിൻ്റെയും ഒരു സമ്മേളനം വിശുദ്ധ കുർബാനയിൽ നമ്മൾ ആഘോഷിക്കുകയാണ്. അത് കഴിഞ്ഞ് വീണ്ടും ഭൂവാസികളും സ്വർഗവാസികളും ഒരുമിച്ച് ചേർന്നുകൊണ്ട് വിശുദ്ധ രഹസ്യങ്ങളെ പടിഞ്ഞാറോട്ട് എഴുന്നള്ളിച്ചു കൊണ്ടുവരുന്നു. അവിടെ ദൂതന്മാരുടെ സാന്നിധ്യമുണ്ട്, വിശുദ്ധന്മാരുടെ സാന്നിധ്യമുണ്ട്, അതുപോലെ മാലാഖമാരുടെ സാന്നിധ്യമുണ്ട്, വാങ്ങിപ്പോയവരുടെയും ജീവനോടിരിക്കുന്നവരുടെയും സാന്നിധ്യമുണ്ട്. അങ്ങനെ വിശുദ്ധ കുർബാന ഒരു മിസ്റ്റിക് തലത്തിലേക്ക് ഉയരുന്ന 2 ശുശ്രൂഷകളെക്കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചത്. വിശുദ്ധ കുർബാനയുടെ എഴുന്നള്ളിപ്പ് കഴിയുമ്പോൾ ഇതാ വീണ്ടും സമാപന ശുശ്രൂഷയിലേക്കാണ് പ്രവേശിക്കുന്നത്. വിശുദ്ധ കുർബാനയുടെ സമാപന ശുശ്രൂഷയെക്കുറിച്ച് അടുത്ത എപ്പിസോഡിൽ നമുക്ക് ചിന്തിക്കാം. അതുവരേക്കും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും വിശുദ്ധിയിൽ കാത്തു പരിപാലിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ തന്നെ ആമേൻ.